ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ, ഖദീജ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. കാളികാവ് ചെങ്കോട് പൂവത്തിക്കുണ്ടിൽ പുഴയോരത്ത് മണ്ണിടിഞ്ഞു. വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. കാലവർഷത്തിൽ വീടുകളോട് ചേർന്ന പുഴയോരത്തെ മരങ്ങൾ പുഴയിലേക്ക് മറിഞ്ഞു വീണാണ് മണ്ണിടിച്ചിലുണ്ടായത്. നെച്ചിക്കാടൻ സഫീറ, കുന്നത്ത് അബ്ദുൽ ഹമീദ്, സരിത, നീലേങ്ങാടൻ ഷാനിമോൻ, പണ്ടാരപ്പെട്ടി അസ്മാബി, സജ്ന കൈനോട്ടിൽ, മാമ്പറ ഷിഹാബുദ്ദീൻ എന്നിവരുടെ വീടുകൾക്കാണ് മണ്ണിടിച്ചിൽ ഭീഷണിയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കനത്ത മഴയാണുണ്ടായത്. പുഴയിലും നല്ല കുത്തൊഴുക്കാണ് അനുഭവപ്പെട്ടത്. പുഴയിലേക്ക് ഒഴുകിവരുന്ന തോട്ടിലും നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇതോടെ വീടിന്റെ പിന്നിലെ മരങ്ങൾ പുഴയിലേക്ക് മറിയുകയായിരുന്നു. മരത്തിന്റെ കൊമ്പുകൾ പുഴയിലേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. പുഴയിലെ ഒഴുക്ക് കൂടിയാൽ ഈ മരങ്ങൾ കൂടുതലായി വെള്ളത്തിലേക്ക് മറിയും. മരങ്ങൾ അടർന്നു പോകുന്നതോടെ മണ്ണൊലിപ്പിന് സാധ്യത കൂടുകയും വീടുകളുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയായി മാറുകയും ചെയ്യും. ഞങ്ങൾക്ക് ഈ മഴക്കാലം വന്നാൽ ഉറക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാല് വെള്ളം വന്നാല് ഞങ്ങളെ തോട് മറിയും. അതിന് വേണ്ടി ഞങ്ങൾ അസ്രഫ് അലി നിന്ന് അന്ന് മുതൽ ഇതിന് മണ്ടൽ തുടങ്ങി. അസ്രഫ് അലി ഇത് കെട്ടിത്തരാറിന് പോയി. അത് കെട്ടിത്തരാൻ പിന്നെ ആ ഫണ്ട് ഇവിടെ കണ്ടില്ല. ഇപ്പൊ ഞങ്ങള് ജസീറാനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ജസീർ അതിക്ക് 20 ലക്ഷം റുപ്യ ഒക്കെ പാസ്സാക്കിക്കണെന്ന് പറഞ്ഞു. അത് കിട്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഈ തോട് നിർബന്ധമായിട്ട് കെട്ടിത്തരണം. കാരണം വെള്ളം വന്നാൽ മറിയും. താഴെല്ലോർക്ക് ഒന്നും മഴ വന്നാലും പൊയിൽ വെള്ളം വന്നാലും ഉറക്കില്ല. അതിന് തീരുമാനം പഞ്ചായത്തായാലും വേണ്ടില്ല, ജില്ലയായാലും വേണ്ടില്ല, എവിടുന്നാലും ഇത് ഞങ്ങൾക്ക് തീരുമാനം എത്തണം. അതാണ് ഞങ്ങൾ ആവശ്യം. കടന്നിറങ്ങണം ഞങ്ങൾക്ക് സമാധാനത്തില്. അതിന് എന്താണ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ MLA ഫണ്ട് ആയാലും വേണ്ടില്ല, ജില്ലാ പഞ്ചായത്തായാലും വേണ്ടില്ല, പഞ്ചായത്തായാലും വേണ്ടില്ല. 2018-ലും 2019-ലെ പ്രളയത്തിൽ ചെങ്കോട് പൂവത്തിക്കുണ്ട് ഭാഗത്ത് പുഴ കരകവിഞ്ഞ് ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതിന് പരിഹാരമായി ഇവിടെ തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യം ഉയർന്നിരുന്നു. എന്നാൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ മഴക്കാലമായപ്പോൾ നമ്മളെ ഈ ഒരു പുഴനോട് ചേർന്നുള്ള ഭാഗം ഒരു ഹൗസിംഗ് ഏരിയയാണ്. ഈ ഏരിയന്റെ ബാക്ക് ഭാഗം ഈ പൂവത്തിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുഴ പോവാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ മഴക്ക് നല്ല രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ വീട് തമ്മിൽ ഏകദേശം ഒരു 3 മീറ്റർ മാത്രമാണ് അകലുള്ളത്. അപ്പോൾ അവിടെ ഇത് മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഇടിച്ചിൽ തുടങ്ങി. അപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ നല്ല ആശങ്കയിലാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ളതൊക്കെ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഇത് വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടി വരും. ഈ പോയിൻ്റ് അവിടുന്ന് കെട്ടി ഈ ഒരു പ്രദേശം സംരക്ഷിക്കണ, ഈ വീടുകൾ സംരക്ഷിക്കുന്ന രീതിക്കുള്ളൊരു നടപടിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇന്നിപ്പം ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന് വേണ്ട റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ പ്രദേശവാസികളെ ആശങ്ക അകറ്റണം. ഇതിന് വേണ്ട കെട്ടാൻ വേണ്ട പ്രൊജക്റ്റ് ഇതിൻ്റെ ഒരു ഭാഗം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മഴ മാറിയാൽ അതിൻ്റെ പണി തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ബാക്കി ഭാഗത്തിനും കൂടെ ഫണ്ട് ഏത് ത്രിതല പഞ്ചായത്ത് തലത്തിലോ മറ്റു തലത്തിലൊക്കെ നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു ശ്രമം നമ്മളെ നാട്ടുകാരെ ആവശ്യം അതാണ്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എം അബ്ദുൽ നാസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ടി മുജീബ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തഹസിൽദാറിന് നിലവിലെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സമിതിക്കും സംഭവം വില്ലേജ് അധികൃതർ റിപ്പോർട്ട് നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്.